SSLC 2018 ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ O is the center of the circle and ABCDE are the points on it. Angle EAB is equal to 120 degree. Angle EPD is equal to 100 degree. Write the measures of angle EDB, angle ECB, angle DBC. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ABCDE എന്നീ ബിന്ദുക്കൾ വൃത്തത്തിലാണ്. കോൺ EAB 120 ഡിഗ്രി, കോൺ EPD 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ EDB, കോൺ ECB, കോൺ DBC എന്നിവയുടെ അളവുകൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് കാണാം O സെന്റർ ആണ്. ഈ ABCDE സർക്കിളിലെ പോയിന്റ്സുകളാണ്. പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ഈ ആംഗിൾ 120 എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞ ആംഗിൾ EDB ആണ്. സോ ആംഗിൾ നമുക്ക് ഏതാന്ന് മാർക്ക് ചെയ്യാം. ഈ ആംഗിൾ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ തന്ന ആംഗിളും ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആദ്യം നോക്കുക. നിങ്ങൾക്ക് കാണാം ഇയും ബിയും. അപ്പൊ അത് ജോയിൻ ചെയ്യണമെന്നില്ല. ഇയും ആംഗിൾ EDB ആണ് നമുക്ക് കാണേണ്ടത്. ഈ ആംഗിളിന്റെ ലെഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന പോയിന്റും നിർത്തുന്ന പോയിന്റും, ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റ് ഇയും ബിയുമാണ്. നമുക്ക് തന്നിരിക്കുന്ന 120 ഡിഗ്രി തന്നിരിക്കുന്ന ആംഗിളിന്റെ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും ഇയും ബിയും തന്നെയാണ്. 120 ഡിഗ്രി EAB ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസ് ആണ്. ഇതര ഭാഗങ്ങളിലെ കോണുകളാണ്. സോ നമ്മൾ റിസൾട്ട് 4ൽ പഠിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണമെന്ന്. ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കണം? 60 ഡിഗ്രി. സോ ഒന്നാമത്തെ ആൻസർ നമുക്ക് എഴുതാം. ആംഗിൾ EDB is equal to 60 ഡിഗ്രി. ഓക്കെ. ഇനി രണ്ടാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് ആംഗിൾ ECB ആണ്. ആംഗിൾ ECB. ആ ആംഗിൾ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഇതാണ് ECB. ഓക്കെ. ആ ECBയുടെ ഇനിഷ്യൽ പോയിന്റിലും ടെർമിനൽ പോയിന്റിലും കൈവെക്കുക. അത് ഇയും ബിയുമാണ്. ഇയും ബിയും ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റുമായിട്ട് നമുക്ക് അറിയാവുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? EDB അറിയാം. ഓക്കെ. EDBയും ECBയും ഒരേ സെഗ്മെന്റിലെ ആംഗിളാണ്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ്. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് എന്താണ്? ഈക്വൽ ആണ്. സോ ഈ ആംഗിളും 60 ഡിഗ്രി തന്നെയാണ് തരിക. അത് 120 ആയിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആംഗിൾ ഇൻ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് സപ്ലിമെന്ററി എന്ന രീതിയിലും ഇത് കണ്ടെത്താൻ പറ്റും. സോ ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് എടുക്കാം. ഇതാണ് കോഡെങ്കിൽ ഈ രണ്ട് ആംഗിളും ഒരേ സെഗ്മെന്റ് ആണല്ലോ, ലാർജ് സെഗ്മെന്റിലുള്ള ആംഗിൾസ് ആണ്. രണ്ടും സെയിം ആണ്. സോ അതും എന്താ വരിക? 60 ഡിഗ്രി തന്നെ. അടുത്ത നമ്മളോട് കാണാൻ പറഞ്ഞത് ആംഗിൾ DBC ആണ്. അപ്പൊ നമുക്ക് ആ ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്യാം. ആംഗിൾ DBC ഈ ചെറിയ ആംഗിൾ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ ഈ ചെറിയ ആംഗിൾ ഉള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. PCB ആണല്ലോ ഈ ചെറിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളില് C എന്ന ആംഗിൾ നമ്മൾ കണ്ടെത്തി. C എന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. B ആണ് കാണേണ്ടത്. അപ്പൊ അതിന് രണ്ട് ആംഗിൾ അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് B കാണാമായിരുന്നു. സോ ഈ ആംഗിൾ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഒരു 100 ഡിഗ്രി ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാന്ന് കണ്ടെത്താൻ കഴിയുമോ? നമുക്കറിയാം, രണ്ട് ലൈനുകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി എതിർക്കോണുകൾ തുല്യമാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 100 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 100 ആണ് വരിക. സോ ഇത് 100, ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരേണ്ടത്? 20 ഡിഗ്രി. ഓക്കെ. സോ ആംഗിൾ DBC 20 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. SSLC 2018 ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കുക. In the figure, the chord BD is perpendicular
to the diameter AC. Find the measures of the following angles. Angle BAC, angle BCD, angle ADC, angle CDM, angle BAP. അങ്ങനെ 5 ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഞാൻ BD തന്നിട്ടുണ്ട്. അത് വ്യാസം ACക്ക് ലംബമാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ AC ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് BAC എത്രയാണെന്നാണ്. അതായത് ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, AC ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ. അങ്ങനെ വരുമ്പോൾ സെമി സർക്കിൾ ADC എന്ന ആർക്ക് സെമി സർക്കിൾ ആണ്. ഡിയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 90 ഡിഗ്രി, ഇത് 20 ആണെങ്കിൽ ഇത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 19, 20, 110 ആണ്, 110 ആണ്, ബാക്കി 70 ഡിഗ്രിയാണ് ഇത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 90 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. വേറൊരു ആംഗിളും കൂടെ കിട്ടി 70. നമുക്ക് തന്നിരിക്കുന്ന 20 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് കോഡ് ഉണ്ടാക്കിയ ആംഗിളാണ്. അതായത് 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ CAD ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇനിഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ് ഇവിടെയാണ് വരിക. സോ ഇനിഷ്യൽ പോയിന്റ് സിയും ടെർമിനൽ പോയിന്റ് ഡിയുമായി വരുന്ന വേറെ ഏതെങ്കിലും ആംഗിൾ ചിത്രത്തിൽ കാണുന്നുണ്ടോ? ഈ ആംഗിൾ CBD. സോ CADയും CBDയും ഒരേ സെഗ്മെന്റിലെ ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആയിരിക്കും. സോ ഇത് 20 ആണെങ്കിൽ ഇത് എത്രയാണ് വരിക? 20 ഡിഗ്രി. മനസ്സിലാവുന്നുണ്ടോ? ഇനി 70 ഡിഗ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 70 ഡിഗ്രി ഏതാണ്? DCA. സോ AD എന്ന കോഡ് ഉണ്ടാക്കിയ ആംഗിളാണ് ആംഗിൾ ACD. A ഇനിഷ്യൽ പോയിന്റും D ടെർമിനൽ പോയിന്റും. സോ A ഇനിഷ്യൽ പോയിന്റും D ടെർമിനൽ പോയിന്റുമായിട്ട് വേറെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് നോക്കൂ. യെസ്, ആംഗിൾ ABD. സോ ഇതും എത്രയാണ്? 70 ഡിഗ്രിയാണ് വരിക. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ACയും BDയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡുകളാണ്. അതിൽ AC ഡയമീറ്റർ ആണ്. AC diameter BD is perpendicular to AC. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ 2 കോഡുകളും അതിന്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 4 റൈറ്റ് ട്രയാങ്കിൾസ് കാണാം, മട്ടകോണുകൾ. അതായത് ഇത് 90 ഡിഗ്രിയാണ്, കാരണം ഇതെന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആയിരുന്നു. അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. സോ ഇത് 90യും ഇത് 20യും വന്നാൽ ഈ ടോട്ടൽ 90 എന്നുള്ളതിൽ ഇത് 70 ആകും, ഇത് 20 ആകും. മനസ്സിലായോ? കാരണം 90യും 20യും 70യും കൂടെ കൂട്ടിയാലാണ് നമുക്ക് 180 ഡിഗ്രി ഈ ഒരു ട്രയാങ്കിൾ AMDയിൽ കിട്ടുക. സോ ട്രയാങ്കിൾ DMCയിൽ 20, 70, ഇത് 90. ഓക്കെ, ഇനി ട്രയാങ്കിൾ CMBയിൽ ഇത് 20 ആണെങ്കിൽ ഇതെന്തായാലും 90 ആണ്, പെർപെൻഡിക്കുലർ ആണല്ലോ. സോ ഇതെന്താ വരിക? 70. ഓക്കെ, അതേപോലെ ഇവിടെ ഇത് 90 ആണ്, ഇത് 70, അപ്പോൾ ഇത് 20. ഓക്കെ, ഇനി നമുക്ക് ആൻസർ എഴുതാം. ഒന്നാമത്തത് നമ്മളോട് കാണാൻ പറഞ്ഞത് ആംഗിൾ BAC എത്രയാണെന്നാണ്. നോക്കിക്കോളൂ, ആംഗിൾ BAC. ആംഗിൾ BAC എത്രയാണ്? 20 ഡിഗ്രി. രണ്ടാമത് കാണാൻ പറഞ്ഞത് ആംഗിൾ BCD ആണ്. BCD, അതായത് ഈ മൊത്തം ആംഗിൾ എത്ര വരും? BCD ഫുള്ളായിട്ട് BCD 70 + 70 140 ഡിഗ്രി. മൂന്നാമത് കാണാൻ പറഞ്ഞത് ആംഗിൾ ADC ആണ്. ADC, ആംഗിൾ ADC നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരുന്നു. ടോട്ടൽ വരുമ്പോൾ 90 ഡിഗ്രി. നാലാമത് കാണാൻ പറഞ്ഞത് ആംഗിൾ CDM. CDM എത്രയാ? 20. അവസാനം കാണാൻ പറഞ്ഞത് ആംഗിൾ BAP. ഈ ആംഗിളാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ലൈൻ ഉണ്ട്,
ഈ ഒരു എ എന്ന് പറഞ്ഞ ആംഗിളിനെ 3 ഡിവൈഡ് ചെയ്തു. സോ ലീനിയർ പെയേഴ്സ് ആണ്. ഇത് മൊത്തത്തിൽ ഒരു സെമി സർക്കിൾ ആണ്. സോ 180 ആണ് വരേണ്ടത്. 20യും 20യും 40 വന്നു. അപ്പൊ ബാക്കി എത്രയാണ്? 140. സോ ആംഗിൾ BAP 140 ഡിഗ്രി. SSLC മോഡൽ 2017 ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കുക. In the figure, AB and AC are chords of the circle and OP and OQ are radii parallel to them. A. What is the relation between angle BOC and angle POQ? What is the relation between the small arc joining B and C and the small arc joining P and Q? ചിത്രത്തിൽ ABയും ACയും ഞാണുകളും ആരങ്ങൾ OP OQ ഇവയ്ക്ക് സമാന്തരവുമാണ്. കോൺ BOCയും കോൺ POQവും തമ്മിലുള്ള ബന്ധം എന്താണ്? ബിയും സിയും യോജിപ്പിച്ചാലുള്ള ചെറിയ ചാപവും പിയും ക്യൂവും യോജിപ്പിച്ചാലുള്ള ചെറിയ ചാപവും തമ്മിലുള്ള ബന്ധമെന്ത്? ഓക്കെ, അപ്പൊ ചിത്രം നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് AB ഒരു കോഡ് തന്നിട്ടുണ്ട്, AC രണ്ടാമത്തെ കോഡ് തന്നിട്ടുണ്ട്, അതുപോലെ OPയും OQയും ഈ സർക്കിളിന്റെ റേഡിയസുകളാണ്. ഇവിടെ ABക്ക് പാരലൽ ആണ് OP, ACക്ക് പാരലൽ ആണ് OQ. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗിൾ ആണ് ആദ്യത്തേതിൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് POQ, ഈ ആംഗിളും അതേപോലെ BOC, ഈ വലിയ ആംഗിൾ BOC എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ വരും. അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആംഗിൾ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം AB OPക്ക് പാരലലാണ്. അപ്പൊ നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസുകളെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ മുറിക്കുന്ന ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചാൽ അവിടെ ഒരു ജോഡി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടാകുന്ന അറിയാം. അപ്പൊ ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ എക്സിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഏകാന്തരക്കോൺ എക്സിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഇത്രയും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? എക്സ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെ എടുക്കാം. ഈ ആംഗിളിനെ y ആയിട്ട് എടുക്കുന്നു. സോ ACയും OQയും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന CO എന്ന ലൈൻ ACയിലും OQയിലും മീറ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഒരു ജോഡി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടാവും, അത് ഈക്വൽ ആയിരിക്കും. ഇത് y ആണെങ്കിൽ ഇതും y തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം BOCയില് 3 പാർട്ടാണ്. അതിലൊരു ഭാഗം എക്സ്, ഒരു ഭാഗം y. ഇനി നടുവിലത്തെ ആംഗിളും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് BOC മൊത്തത്തിൽ എത്രയാന്ന് കിട്ടും. നടുവിലത്തെ ആംഗിൾ മാത്രമാണ് POQ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഈ ഓയിൽ നിന്ന് എയിനെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ BOA എന്ന ട്രയാങ്കിളും ഉണ്ടായി, COA എന്ന ട്രയാങ്കിളും ഉണ്ടായി. BOA എന്ന ട്രയാങ്കിളില് OBയും OAയും റേഡിയസ് ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? എക്സ് ആണ്. ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ഇത് y ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? y തന്നെയാണ്. സോ നമുക്ക് A എന്ന് പറഞ്ഞ ആംഗിൾ മൊത്തത്തിൽ എത്ര കിട്ടും? x+y കിട്ടും. A എന്ന് പറഞ്ഞ ആംഗിൾ BC എന്ന കോഡ് മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. സോ BOC എന്ന് പറഞ്ഞാൽ ഈ x+yന്റെ ഇരട്ടിയായിരിക്കും. 2 times x+y ആയിരിക്കും. ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു y ഉണ്ട്. സോ ഈ ആംഗിൾ എന്താണ് വരിക? x+y. മനസ്സിലായല്ലോ? x+y+y എന്ന് പറയുന്നതാണ് 2x+2y. അത് തന്നെയാണ് 2 × x+y. അപ്പൊ നമ്മൾ എന്താ കണ്ടത്? BOC എന്ന് പറയുന്നത് 2 times x+y ആണ്. POQ എന്ന് പറയുന്നത് x+y ആണ്. അതായത് POQ എന്ന ആംഗിളിന്റെ ഇരട്ടിയാണ് BOC എന്ന ആംഗിൾ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എഴുതാം. ലെറ്റ് ആംഗിൾ ABO is equal to x. നിങ്ങളുടെ നോട്ട്ബുക്കിൽ
ആദ്യം കണ്ട ചിത്രം ഒന്നും കൂടെ വരച്ചിട്ട് ഞാൻ എഴുതുന്നതനുസരിച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ആംഗിൾ എ ബി ഒ ഇസ് ഈക്വൽ ടു എക്സ്. ഇനി സിൻസ് എ ബി പാരലൽ ടു ഒ പി, നമുക്ക് തന്ന കണ്ടീഷനാണ്. എ ബി എന്ന കോഡ് ഒ പിക്ക് പാരലാണ്, സമാന്തരമാണ്. അതിനാണ് നമ്മൾ ഈ ചിഹ്നം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് കൂട്ടിമുട്ടുന്ന പച്ച വര, അത് ഒ ബി. ഒ ബി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി ഒയും ആംഗിൾ ബി ഒ പിയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. നമ്മളത് 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ആംഗിൾ എ ബി ഒയും ആംഗിൾ ബി ഒ പിയും എന്താവും? എക്സ് തന്നെയാണ്. സോ ആംഗിൾ ബി ഒ പി ഇസ് ഈക്വൽ ടു എക്സ്. ഇതേപോലെ നമ്മൾ അപ്പുറത്ത് y എടുക്കുന്നു. ലെറ്റ് ആംഗിൾ എ സി ഒ ഓർ ഒ സി എ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അത് y ആയിട്ട് എടുക്കുന്നു. ഇവിടെയും കണ്ടീഷൻ ഉണ്ട്. എ സി പാരലൽ ടു ഒ ക്യു ആണ്. സോ നമുക്ക് എഴുതാം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന്. Therefore and OC is the transversal. ആ മുറിച്ച് കിടക്കുന്ന വരയ്ക്കാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സൽ. ഓക്കെ, therefore angle ACO is equal to angle QOC. റീസൺ എന്താ? സെയിം റീസൺ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ആംഗിൾ QOC എന്ത് വരും? y തന്നെ. ഓക്കെ, ഇനി ജോയിൻ OE. ഓയും എയും ജോയിൻ ചെയ്യും. ഓയും എയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. Therefore ആംഗിൾ BOC എന്ന് പറയുന്നത് 2 times എക്സ് പ്ലസ് വൈ ആണ്. സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് നമുക്ക് മേജർ സെഗ്മെന്റിൽ എത്രയാണോ ആംഗിൾ അതിന്റെ ഡബിൾ ആണ് സെൻട്രൽ ആംഗിളിൽ വരും. 2 times എക്സ് പ്ലസ് വൈ. ദാറ്റ് ഈസ് ആംഗിൾ BOC ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് എന്താണ്? ആംഗിൾ BOCനെ 3ആയിട്ട് പിരിച്ചിട്ടുണ്ട്. ആംഗിൾ BOP പ്ലസ് ആംഗിൾ POQ പ്ലസ് ആംഗിൾ QOC, ഇത്രയും കൂടിയതാണ് 2 into എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പൊ BOP എത്രയാണ് ചിത്രത്തിൽ കാണാം? എക്സ് ആണ്. POQ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. QOC നമുക്ക് കിട്ടി y ആണെന്ന്. അതാണ് 2 into എക്സ് പ്ലസ് വൈ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് POQ എന്താണെന്ന് കാണാം. ഓക്കെ, therefore ആംഗിൾ POQ is equal to റൈറ്റ് സൈഡിൽ 2 into എക്സ് പ്ലസ് വൈ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് ആവും. ലെഫ്റ്റ് സൈഡിലെ വൈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് വൈ ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x പ്ലസ് 2y വരും. 2 into എക്സ് 2x, 2 into y 2y, പിന്നെ ഈ മൈനസ് എക്സ് മൈനസ് വൈ. 2xൽ നിന്ന് എക്സ് കുറച്ചാൽ എക്സ്, 2yൽ നിന്ന് y കുറച്ചാൽ y. സോ ആംഗിൾ POQ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ആംഗിൾ BOC നമുക്ക് കിട്ടിയിരുന്നു 2 times എക്സ് പ്ലസ് വൈ എന്ന്. ആംഗിൾ POQ നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ എന്ന്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് റിലേഷനാണ് കാണുന്നത്? ഫ്രം 1 and 2. ഫ്രം 1 and 2 ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈക്ക് പകരം ആംഗിൾ POQ കൊടുക്കാം. ആംഗിൾ BOC എന്ന് പറയുന്നത് 2 times ആംഗിൾ POQ ആണ്. ഇതാണ് ഒന്നാമത്തതിന്റെ ആൻസർ. നമ്മളോട് BOCയും POQയും തമ്മിലുള്ള ആംഗിൾ തമ്മിലുള്ള റിലേഷൻ കാണാൻ പറഞ്ഞു. ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ ആംഗിൾ POQന്റെ 2 മടങ്ങാണ്, 2 times ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് റിലേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്മോൾ ആർക്ക് ജോയിനിങ് B and C ആൻഡ് ദ സ്മോൾ ആർക്ക് ജോയിനിങ് P and Q? ബിയും സിയും ജോയിൻ ചെയ്യുന്ന ആർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് സ്മോൾ ആർക്ക്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആർക്കിന്റെ ലെങ്ത്തും ഈ ആർക്കിന്റെ ലെങ്ത്തും എന്താണ്, റിലേഷൻ എന്താണെന്നാണ്. അവയുടെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് POQന്റെ സെൻട്രൽ ആംഗിളിന്റെ ഇരട്ടിയാണ് BOCയുടെ സെൻട്രൽ ആംഗിൾ. ഓക്കെ,
അങ്ങനെയാകുമ്പോൾ ആർക്കുകളുടെ കേസിൽ വരികയാണെങ്കിൽ എന്ത് തന്നെ നമ്മൾ പറയാം, ഈ ആർക്കിന്റെ ലെങ്ത്തിന്റെ ഇരട്ടിയായിരിക്കും ബി സി എന്ന ആർക്കിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തത് വെച്ച് നമുക്ക് രണ്ടാമത്തതിന്റെ ആൻസർ എഴുതാം. ദ സ്മോൾ ആർക്ക് joining B and C is double the arc joining P and Q. സെൻട്രൽ ആംഗിളിന്റെ റിലേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആർക്കിന്റെ ലെങ്ത് പറയുന്നത്.